കലികാല വാർത്തകൾ. ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പാഠപുസ്തകത്തിലും കാണില്ല ഇത്രയും പ്രചോദനം നൽകുന്ന ഒരു പാഠം. അതിനാൽ തന്നെ ആര് എഴുതിയത് എന്നറിയില്ലെങ്കിലും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വായിക്കുകയാണ് കലികാല വാർത്തകളിൽ നിങ്ങളുടെ കൂടെ നന്ദുകാവാലം. അബ്ദുവിന് വർഷങ്ങൾക്ക് മുമ്പ് മീൻ കച്ചവടമായിരുന്നു തൊഴിൽ. ആ പരിപാടി കൊണ്ട് കുടുംബം ഗതിപിടിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അബ്ദു ഗൾഫിലേക്ക് പറന്നത്. ആരുടെയോ ശുപാർശ കൊണ്ട് ഒരു വലിയ കമ്പനിയിൽ ഓഫീസ് ബോയ് തസ്തികയിലേക്ക് ഇന്റർവ്യൂവിന് വിളിക്കപ്പെട്ടു. മലയാളിയായ HR മാനേജരെ കണ്ടപ്പോൾ അബ്ദുവിന് സമാധാനമായി. എന്നാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്, പടക്കം പൊട്ടും പോലുള്ള HR മാനേജറുടെ ചോദ്യം വന്നപ്പോൾ അബ്ദു ഒന്ന് പകച്ചു. പിന്നെ സാവധാനം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിന്റെ ABCD അറിയില്ല സർ. സോറി മിസ്റ്റർ അബ്ദു, ഇക്കാലത്ത് അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ അറിയാതെ ഒരു ഓഫീസ് ബോയിയുടെ ജോലി പോലും കിട്ടില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ ജോലിക്ക് നിയമിക്കാനും തൽക്കാലം നിർവാഹമില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അബ്ദു പുറത്തേക്ക് നടന്നു. കിട്ടിയിരുന്നുവെങ്കിൽ 2,000 ദിർഹം ശമ്പളം ഓത്തേനെ, കുടുംബം കരകയറിയേനെ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നടന്ന് അബ്ദു എത്തിയത് ഫിഷ് മാർക്കറ്റിന്റെ മുമ്പിലാണ്. ചിരപരിചിതമായ ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറി. അതാ കിടക്കുന്നു നമ്മുടെ മത്തിയും അയലയും ഐക്കൂറയും. അബ്ദുവിന്റെ കൈ തരിച്ചു. അറിയാതെ കൈ പോക്കറ്റിലേക്ക് നീങ്ങി. തലേ ദിവസം ബന്ധു തന്ന 50 ദിർഹം കയ്യിൽ തടഞ്ഞു. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അബ്ദു ആകെയുള്ള 50 ദിർഹത്തിന് മത്തിയും അയലയും വാങ്ങി പ്ലാസ്റ്റിക് കൂടിൽ നിറച്ചു. മലയാളികൾ താമസിക്കുന്ന പാർപ്പിടങ്ങൾ തേടിപ്പിടിച്ച് കയറിയിറങ്ങി വിൽപ്പന ആരംഭിച്ചു. 1 മണിക്കൂറിനുള്ളിൽ കയ്യിലുള്ള മത്സ്യം മുഴുവനും വിറ്റുതീർന്നു. മുതൽ മാറ്റിവെച്ചാൽ 70 ദിർഹം ലാഭം. അന്ന് തന്നെ 2 പ്രാവശ്യം കൂടി അബ്ദു ഫിഷ് മാർക്കറ്റിൽ പോയി വന്നു. അബ്ദുവിന് മനസ്സിലായി ഇതൊരു നല്ല വരുമാന മാർഗമാണെന്ന്. എന്നും രാവിലെ ഉണരും, മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് നേരിട്ട് മത്സ്യം വാങ്ങി വിൽപ്പന ചെയ്യും. കച്ചവടം അതിവേഗം വളർന്നു. 2 വർഷത്തിനുള്ളിൽ അബ്ദുവിന് മാർക്കറ്റിൽ 4 സ്റ്റോളായി, 5-8 വാഹനമായി, ഹോട്ടലുകളിലേക്കും മറ്റും നേരിട്ട് വിതരണമായി. പിന്നെ ഉണക്കമീനിന്റെ വ്യാപാരവും. 5 വർഷത്തിന് ശേഷം മത്സ്യം, മാംസം, പഴം, പച്ചക്കറി മൊത്ത വിൽപ്പനയിൽ അബ്ദു ഒരു വ്യവസായ സാമ്രാജ്യം തന്നെ തീർത്തു. ഒരു ദിവസം ഒരു വിദേശ കമ്പനിയുടെ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കിടയിൽ അബ്ദു തന്റെ ഇംഗ്ലീഷ് പരിഭാഷകനുമായി വന്നപ്പോൾ ഒരു പ്രതിനിധി ചോദിച്ചു, ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ താങ്കൾ ഇതുവരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചില്ലേ? ഇല്ല എന്ന് അബ്ദുവിന്റെ മറുപടി. അത്ഭുതം തന്നെ. താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ, ഇംഗ്ലീഷ് പരിജ്ഞാനം തീരെ ഇല്ലാത്ത ഒരാൾ ഇത്രയും വലിയ സ്ഥാപനം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കൂടി പഠിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഏത് നിലയ്ക്ക് എത്താൻ പറ്റുമായിരുന്നുവെന്ന്? അബ്ദു പറഞ്ഞു, അറിയാം, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നുവെങ്കിൽ ഒരു ഓഫീസ് ബോയായി മാത്രം കഴിഞ്ഞേനെ. ഇവിടെ ശ്രോതാക്കളെ, ഇംഗ്ലീഷ് എന്നല്ല ഒരു ഭാഷയും പഠിക്കരുത് എന്നോ അറിവ് നേടരുതെന്നോ അല്ല ഇതെഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇല്ലാത്ത കഴിവിനെ ഓർത്ത് നിരാശപ്പെടാതെ ഉള്ള കഴിവിനെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ വിജയം സുനിശ്ചിതം എന്ന വളരെ പോസിറ്റീവായ സന്ദേശമാണ് നൽകുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തെ ഒരു യാത്രയായി കരുതി വഴിയിൽ നേരിടുന്ന തടസ്സങ്ങളെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കുകയും ചെയ്യുക. അബ്ദു കഠിനാധ്വാനത്തിലൂടെയാണ് വിജയം വരിച്ചത്. പക്ഷേ കഠിനാധ്വാനത്തിന് ഉപരിയായി ലക്ഷ്യബോധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്ന് പരിതപിച്ച് വിസ തീരും വരെ നിരാശനായി നടന്ന് തിരികെ പോയില്ല അബ്ദു. ഇംഗ്ലീഷ് പഠിച്ച് തിരികെ പഴയ സ്ഥാപനത്തിൽ തന്നെ ചെന്ന് ഓഫീസ് ബോയ് ആയി മാറിയുമില്ല. സ്വതന്ത്രമായി ചിന്തിച്ചു, പ്രവർത്തിച്ചു. സമയം കിട്ടുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഒരു ചിന്തയ്ക്കായി ഉപയോഗിക്കും എന്ന് കരുതിക്കൊണ്ട് നിർത്തട്ടെ ഇന്നത്തെ കലികാല വാർത്തകൾ.